മിസ്സാണ്. യെസ്, നമ്മൾ എല്ലാവരും ഇതാ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മുടെ EVS ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇതാ മിസ് വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും ഈ ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കാതെ മക്കൾ എക്സാം എഴുതാൻ പോരുത് അല്ലെ. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇതാണ് ചോദ്യം. യെസ്, സ്കൂളിൽ ഒരു തോട്ടം ഒരുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ നീതുവിനും ഫ്രണ്ട്സിനും നമ്മുടെ സ്കൂളിൽ ഒരു ഗാർഡൻ തയ്യാറാക്കാനുണ്ട്. അപ്പൊ അവര് കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സസ്യങ്ങളുടെ കുറേ പ്ലാന്റ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ആണ് ഇതാ ഇവിടെ കാണുന്നത്. ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അതായത് നമ്മൾ തരംതിരിക്കണം. എങ്ങനെയാ നമ്മൾ തരംതിരിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വിത്തിൽ നിന്നുണ്ടാവുന്നത്, അതുപോലെ കമ്പ് നട്ടുണ്ടാവുന്ന ചെടികള്, യെസ് ലീഫിൽ നിന്നുണ്ടാവുന്ന ചെടികള്, റൂട്ട് അല്ലെ വേരിൽ നിന്നുണ്ടാവുന്ന ചെടികള്, അങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കാൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ ആ രീതിയിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, പട്ടികപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ തന്നിട്ടുള്ള ടേബിളിൽ നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൽ ഏതെങ്കിലും ഒക്കെ ചെടികളായിരിക്കും എന്ത് ചെയ്യുക, മക്കളോട് ചോദിക്കുക. അപ്പൊ ഇത്രയും ചെടികൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തത് എന്നാന്ന്, നമ്മുടെ സീഡിൽ നിന്ന്, നമ്മുടെ വിത്തിൽ നിന്നുണ്ടാവുന്ന സസ്യങ്ങൾ. ഇതാ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നമ്മൾ ഒരു ചെടി കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വിത്ത് കുഴിച്ചിടാറില്ലേ, ചെടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ഉപയോഗിക്കാറില്ലേ. അപ്പൊ ആ വിത്തിൽ നിന്ന്, സീഡിൽ നിന്നുണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാന്ന് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ നമ്മുടെ പയറുണ്ട്, കുക്കുംബർ ഉണ്ട് അല്ലെ, സ്പിനാച്ച്, നമ്മുടെ ചീരയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാക്ട്രിയും മുരിങ്ങയും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവരുടെയൊക്കെ പ്രത്യേകത, വിത്ത് നട്ടാൽ, സീഡ് മുളപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ഒരു പ്ലാന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ്, യെസ് റൂട്ട് അല്ലെ, വേരിൽ നിന്ന് അല്ലെങ്കിൽ വേരിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്ന ആളുകൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സാൻഡൽവുഡ്, നമ്മുടെ ചന്ദനം പറയാം, നമുക്ക് കറിവേപ്പ് അല്ലെ, നമ്മളെല്ലാരും കറിയിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കറിവേപ്പില ഇല്ലേ, അപ്പൊ അതിന്റെ മരമാണ് പറയുന്നത്, അതിന്റെ ചെടിയാണ് പറയുന്നത് നമ്മുടെ കറി ലീഫ്, കറിവേപ്പ്. അതുപോലെ നമ്മുടെ ശീമപ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട്, ആഞ്ഞിലി മരം. ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, ഇതൊക്കെ ആ റൂട്ടിൽ നിന്ന്, വേരിൽ നിന്നുണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് അല്ലെ. ഇനി നമുക്ക് ഏറ്റവും പരിചയമുള്ള സ്റ്റെമ്മിന്റെ കാര്യം, കാണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ് അല്ലെ, നമ്മൾ കമ്പൊക്കെ എടുത്തിട്ട്, തണ്ടൊക്കെ എടുത്തിട്ട് കുഴിച്ചിടാറില്ലേ, അങ്ങനെയുള്ള ആളുകളാണ് യെസ് നമ്മുടെ നന്ദ്യാർവട്ടം, ക്രേപ്പ് ജാസ്മിൻ ഉണ്ട്, പെപ്പർ പ്ലാന്റ്, കുരുമുളക്, മധുരക്കിഴങ്ങ് അല്ലെ, നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. ഇവിടെ ഇതാ മുരിങ്ങ വന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ ആലോചിക്കും, മുരിങ്ങ നേരത്തെ സീഡിൽ നമ്മൾ പഠിച്ചു അല്ലെ, വിത്തില് നമ്മൾ പഠിച്ചു. അപ്പൊ മുരിങ്ങയുടെ പ്രത്യേകത, സീഡ് വഴി, വിത്ത് വഴിയും നമുക്ക് ചെടിയാക്കാം. അതുപോലെ തന്നെ എന്താണ്, സ്റ്റെം അല്ലെ, അതിന്റെ തണ്ട് കുഴിച്ചിട്ടിട്ട് നമുക്ക് എന്താക്കാം, പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ റോസ്, നമ്മളൊക്കെ അടുത്ത വീട്ടിൽ പല കളർ റോസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, ഒരു കമ്പ് മേടിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ, നമുക്ക് കുഴിച്ചിട്ട് പുതിയ പ്ലാന്റ് ആക്കി വളർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ഇവിടെ ആലോചിച്ചാൽ മതി. അതൊക്കെയാണ് നമ്മുടെ സ്റ്റെം അല്ലെ, തണ്ട് വളർന്നുണ്ടാവുന്ന അല്ലെങ്കിൽ തണ്ടിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്ന ആളുകള്. ഇനി ഇതാ നമ്മുടെ ലീഫ്, നമ്മുടെ ഇലയിൽ നിന്നും ചില സസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആരൊക്കെയാണ്? ആദ്യം തന്നെ നമ്മുടെ ഇലമുളച്ചി, ബ്രയോഫില്ല ഉണ്ട്, ക്യൂൻ ഓഫ് നൈറ്റ്, നിശാഗന്ധി ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ കളർ ചെടികളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ബിഗോണിയ എന്ന് പറയുന്ന ചെടി എന്താണ്, ഇതേപോലെ ഇലയിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ടേബിള് മക്കളൊന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. കാരണം എവിടെ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം, നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റണം അല്ലെ. നമ്മുടെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ എന്താണ്, യെസ് A ഗ്രേഡ്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ ടേബിൾ മിസ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ മക്കളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് എഴുതാം കേട്ടോ.